ബ്രിട്ടീഷ് യുദ്ധവിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തരമായി ലാൻഡ് ചെയ്തു എന്ന വിവരം വരുന്നു. ഇന്ധനം കുറവായതിനാൽ അടിയന്തര ലാൻഡിംഗ് ആവശ്യപ്പെടുകയായിരുന്നു. മനീഷ് മഹിപാൽ ആ വാർത്തയോട് വരുന്നു. മനീഷ്, അതിന്റെ കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നുണ്ട്. എന്തായാലും അത് സാധാരണമായി സംഭവിക്കാറുള്ളതല്ല. എന്താണ് ഉണ്ടായത്? സേഫായി ലാൻഡ് ചെയ്തോ ബ്രിട്ടീഷ് യുദ്ധവിമാനം? ആഷ്മി, നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഈ കാലാവസ്ഥയുടെ ഒരു വിഷയം കാരണമാണ് അത് തിരിച്ച് ആ യുദ്ധക്കപ്പലിലേക്ക് തന്നെ ഈ യുദ്ധവിമാനത്തിന് ലാൻഡ് ചെയ്യാൻ പറ്റിയത്. അതായത് അതിലേക്ക് തന്നെ എത്താൻ പറ്റിയില്ല, ലാൻഡ് ചെയ്യാൻ സാധിച്ചില്ല. കാരണം കടൽ പ്രക്ഷുബ്ധമായതുകൊണ്ട് തന്നെ യുദ്ധവിമാനത്തിന് അതിൻ്റെതായ രീതിയിലുള്ള ചലനങ്ങൾ ഉണ്ടായി. ആ ചലനങ്ങൾ മൂലം യുദ്ധവിമാനത്തിന് അതായത് അത് ടേക്ക് ഓഫ് ചെയ്തതുപോലെ തന്നെ തിരിച്ച് ലാൻഡ് ചെയ്യാനുള്ള സാങ്കേതിക പ്രശ്നമുണ്ടായി. അതുകൊണ്ട് തന്നെ കുറെ അധികം സമയം ഈ യുദ്ധവിമാനത്തിന് ആകാശത്ത് വട്ടമിട്ട് പറക്കേണ്ടി വന്നു. അങ്ങനെ നമ്മുടെ ഇവിടെ തീരത്ത് നിന്നും 100 നോട്ടിക്കൽ മൈൽ ദൂരെയുള്ള സ്ഥലത്ത് വെച്ചാണ് ഈ യുദ്ധവിമാനം ആദ്യം പറന്നുയർന്നത്. പിന്നീട് അരമണിക്കൂറിന് ശേഷം അത് ലാൻഡ് ചെയ്യാനുള്ളതായിരുന്നു. പക്ഷെ അത് തിരിച്ച് ലാൻഡ് ചെയ്യാനുള്ള സാങ്കേതിക പ്രശ്നം ഉണ്ടായി. അത് കടൽ പ്രക്ഷുബ്ധമായാണ് കാരണം. അതുകൊണ്ട് തന്നെ ഈ പരിശീലന പറക്കലായിരുന്നു നടത്തിയത്. അങ്ങനെ പരിശീലന പറക്കലിന് ശേഷം ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ ബന്ധപ്പെട്ട പ്രശ്നം കാരണമാണ് ഏറ്റവും അടുത്ത ഒരു വിമാനത്താവളം എന്ന രീതിയിലാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് ഇത് അടുപ്പിച്ചത്, യുദ്ധവിമാനം അടുപ്പിച്ചത്. അത് പ്രതിരോധ വകുപ്പിന്റെ, നമ്മുടെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതിയോടുകൂടി തന്നെയാണ് ഏറ്റവും അടുത്ത വിമാനത്താവളം എന്ന രീതിയിൽ ഇന്ത്യൻ പ്രതിരോധ വകുപ്പ് മന്ത്രാലയം തന്നെയാണ് ഈ തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ പേര് സജസ്റ്റ് ചെയ്തത്. അതും വിമാനത്താവളത്തിലേക്ക് ഏറ്റവും സേഫായി അത് ലാൻഡ് ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ നേവിയുടെയും പ്രതിരോധ വകുപ്പിന്റെയും അനുമതി ഉണ്ട്. അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ ഇനി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും ഈ യുദ്ധവിമാനത്തിന് തിരികെ യുദ്ധക്കപ്പലിലേക്ക് പറന്നുയരാൻ സാധിക്കുകയുള്ളൂ. തൊട്ടടുത്തുള്ള വിമാനത്താവളം എന്ന രീതിയിൽ മാത്രമാണ് തിരുവനന്തപുരം വിമാനത്താവളം തെരഞ്ഞെടുത്തത് എന്ന വിവരം കൂടി ലഭ്യമായിട്ടുണ്ട്. പ്രിൻസ് വെയിൽ എന്ന യുദ്ധക്കപ്പലിൽ നിന്നാണ് ഈ യുദ്ധവിമാനം പറന്നുയർന്നത്. ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടിയാണ് ഇത് കേരള തീരത്ത് ഈ യുദ്ധക്കപ്പലും വിമാനവും എത്തിയത്. പരിശീലന പറക്കലിനിടെയാണ് ഈ തിരിച്ച് ലാൻഡിംഗ് സാധ്യമാകാത്ത സാഹചര്യത്തിൽ അതിന് സാങ്കേതിക പ്രശ്നം മൂലം പിന്നീട് വട്ടമിട്ട് പറക്കേണ്ടി വന്നതും അതുകൊണ്ട് തന്നെ ഇന്ധനം തീർന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അത് ഏറ്റവും അടുത്ത വിമാനത്താവളം എന്ന രീതിയിൽ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് ഈ യുദ്ധക്കപ്പലിനെ അടുപ്പിച്ചത്. അത് ബ്രിട്ടന്റെ യുദ്ധക്കപ്പലും യുദ്ധവിമാനവുമാണ്. മനീഷ്, ഈ സാധാരണ ഒരു യാത്രാ വിമാനമല്ല, അല്ലെങ്കിൽ ഒരു കാർഗോ വിമാനമല്ല, ഇതൊരു യുദ്ധവിമാനമായതുകൊണ്ട് അതും ബ്രിട്ടന്റെ. അതുകൊണ്ട് തന്നെ ഒരു ആശങ്ക സ്വാഭാവികമായിട്ടും ഉണ്ടാവും. എന്തുകൊണ്ട് ഇവിടെ നമ്മുടെ തീരത്ത് എന്നുള്ള ഒരു സംശയം സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അപ്പം അത്തരം ആശങ്കകൾ, ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ടാകും. അതിന് കൃത്യമായ വിശദീകരണം, ഔദ്യോഗിക വിശദീകരണം എത്തുന്നുണ്ടോ? ഇത് അന്താരാഷ്ട്ര കപ്പൽ ചാലാണ്. അവിടെ ഏത് രാജ്യത്തുള്ള കപ്പലുകൾക്കും പോകാൻ കഴിയുന്ന 100 നോട്ടിക്കൽ മൈൽ അകലെയുള്ള സ്ഥലമാണ്. അവിടെ മത്സ്യബന്ധനത്തിനൊക്കെ തന്നെ ആളുകൾ പോകാത്ത സ്ഥലമാണ്. അതുകൊണ്ട് കപ്പൽ ചാലായതുകൊണ്ട് തന്നെ അവിടെ മറ്റു രാജ്യത്തുള്ള കപ്പലുകൾക്ക് പോകാം. അവിടെ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ, അതായത് യുദ്ധവുമായി ബന്ധപ്പെട്ട പരിശീലനം, അതായത് അത്തരത്തിലുള്ള വിഷയങ്ങളില്ല എന്ന് ഇന്ത്യൻ പ്രതിരോധ വകുപ്പിനെയോ അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ ഇത് അറിയിച്ച ശേഷമായിരിക്കാം ഇത്തരത്തിലുള്ള പരിശീലന പറക്കലൊക്കെ തന്നെ നടത്തുക. എന്താണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ആശങ്കകൾക്ക് വകയില്ല എന്നാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇത് പരിശീലന പറക്കലിന് വേണ്ടി എത്തിയ ബ്രിട്ടന്റെ കപ്പലാണ്, ബ്രിട്ടന്റെ യുദ്ധക്കപ്പലാണ്. ഈ യുദ്ധക്കപ്പൽ അവിടെ എത്തിയ ശേഷം ഉണ്ടായ കടൽ പ്രക്ഷുബ്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ കേരള, കർണാടക, ലക്ഷദ്വീപ് കടൽ പ്രക്ഷുബ്ധമാണ്. നിലവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് അടക്കമുള്ള പോകുന്നതിനുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയ സമയമാണ്. കടൽ കൂടുതൽ പ്രക്ഷുബ്ധം, മഴയടക്കമുള്ള കാലാവസ്ഥ പ്രതികൂലമായ സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കപ്പലിൽ നിന്നും പിന്നീട് പറന്നുയർന്ന യുദ്ധവിമാനത്തിന് തിരികെ ഇതേ കപ്പലിലേക്ക് തന്നെ ലാൻഡ് ചെയ്യാനുണ്ടായ പ്രശ്നം, അത് ഈ കപ്പൽ ആടി ഉലയുകയാണ് എന്നാണ് അവിടെയുള്ള നമുക്ക് ലഭിക്കുന്ന വിവരം. അത് കടൽ പ്രക്ഷുബ്ധമായതുകൊണ്ടായിരിക്കാം യുദ്ധക്കപ്പലിന് ആ രീതിയിലുള്ള സാങ്കേതിക പ്രശ്നം ഉണ്ടായത്. അതുകൊണ്ട് മാത്രം ഇത് സ്വാഭാവികമായ നടപടി എന്ന രീതിയിലാണ് നിലവിൽ അത് ഇന്ത്യൻ പ്രതിരോധ വകുപ്പ് മന്ത്രാലയത്തെ അറിയിച്ചതും. ഇന്ത്യൻ പ്രതിരോധ വകുപ്പിന്റെ മന്ത്രാലയത്തിന്റെ അനുമതിയോടുകൂടി തന്നെയാണ് അത് ഏറ്റവും അടുത്ത വിമാനത്താവളം എന്ന രീതിയിൽ തിരുവനന്തപുരം വിമാനത്താവളത്തേക്ക് എത്തിച്ചത്. എന്താണെങ്കിൽ ഇവിടെ നടപടി നേവി അടക്കമുള്ള പ്രതിരോധ വകുപ്പിന്റെ മന്ത്രാലയത്തിന്റെ നടപടികൾ പൂർത്തിയാക്കി ഇത് പരിശോധിച്ച് ഇവർ എപ്പോഴെത്തി, എങ്ങനെ എത്തി, എന്ത് തരത്തിലുള്ള പരിശീലനത്തിന് വേണ്ടിയാണ് ഈ കേരള തീരത്ത് അല്ലെങ്കിൽ 100 നോട്ടിക്കൽ മൈൽ അകലെയുള്ള ഈ രാജ്യാന്തര കപ്പൽ ചാൽ പ്രദേശത്തേക്ക് എത്തിയതെന്തിനു വേണ്ടിയിട്ടാണ്, എപ്പോൾ തിരികെ പോകും അടക്കമുള്ള കാര്യങ്ങളെല്ലാം, എല്ലാ നടപടിക്രമങ്ങളും ഇന്ത്യൻ നേവിയും ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയവും അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ ഇനി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ഈ യുദ്ധക്കപ്പലിലേക്ക് ഈ യുദ്ധവിമാനത്തിനെ പറന്ന് അയക്കാനുള്ള അനുമതി നൽകുകയുള്ളൂ. എന്തായാലും അതിൽ വ്യക്തത വരട്ടെ. ഇപ്പം നമുക്കറിയാവുന്നത് ഇന്ധനം തീരുന്നു എന്ന് അറിയിച്ചു. അപ്പോൾ അടിയന്തര ലാൻഡിംഗ് ആവശ്യപ്പെട്ടു. സ്വാഭാവികമായും അടിയന്തര ലാൻഡിംഗ് അനുവദിക്കലാണ് പതിവ്.
അപ്പോൾ അങ്ങനെ അടിയന്തര ലാൻഡിംഗ് അനുവദിച്ചു. അപ്പോൾ ഇതല്ലാതെ എന്തിനാണ് ഈ സമയത്ത് നമ്മുടെ കപ്പൽച്ചാലിനടുത്ത് ബ്രിട്ടൻ യുദ്ധക്കപ്പൽ, എന്തിനാണ് ആ പരിശീലന പറക്കൽ? നേരത്തെ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ നേരിട്ട് ബ്രിട്ടന് പങ്കൊന്നുമില്ലെങ്കിലും കൂടുതൽ ഫൈറ്റർ ജെറ്റുകൾ അങ്ങോട്ടേക്ക് അയക്കുന്ന ബ്രിട്ടൻ്റെ തീരുമാനമൊക്കെ പുറത്തേക്ക് വന്നിരുന്നു. എന്ന് പറഞ്ഞാൽ എയർബേസുകൾക്ക് ഭീഷണി ഉള്ളത് കാരണം ബ്രിട്ടൻ്റെ ഫൈറ്റർ ജെറ്റുകൾ മധ്യേഷ്യയിലേക്ക് അയക്കുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ അതിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്നതിൻ്റെ ഭാഗമായുള്ള പരിശീലന പറക്കലൊക്കെ ആയിരുന്നു എന്ന് നമുക്കറിയില്ല. അത് വ്യക്തമാവട്ടെ.